എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആ ഒരു കളർ കോമ്പിനേഷനാണ് ചിക്കു. ചിക്കുവിൽ നമ്മൾ ഏത് കളർ വന്നാലും പ്രത്യേക ഒരു എലഗൻ ലുക്കാണ് സാരിക്ക്. ഇത് വരുന്നത് ചിക്കുവിൽ സോഫ്റ്റ് സെമി ബനാറസി സിൽക്ക് സാരിയാണ്. അതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ നല്ലൊരു മെറൂൺ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. ഒരു ഡീപ്പസ്റ്റ് മെറൂൺ ആണ് സാരിയുടെ ഒരു ബനാറസി വുവൻ സ്റ്റൈലുള്ള ബോർഡർ വരുന്നുണ്ട്. ബോഡിയിൽ വരുമ്പോൾ തിൻ സ്റ്റൈൽ ഡിസൈൻസിലാണ് ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി വരിക. വെർട്ടിക്കലായിട്ട് തിൻ ലൈൻസ് വന്നിട്ട് ഡബിൾ സൈഡ് ബോർഡർ വരുന്നത് ഒരു ആന്റിക് ബനാറസിയിലുള്ള നല്ലൊരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലാണ്. ചിക്കുവിൽ വരുമ്പോൾ നല്ലൊരു പ്രത്യേക ലുക്കുമാണ് സാരിക്ക്. ഇതാണ് ആ സാരിയുടെ പാറ്റേൺ വരിക. വളരെ ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് ആണ്. ബ്രൊക്കേഡിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ആ ഒരു ബോർഡറും പല്ലും എല്ലാം നമ്മളൊരു പ്യുവർ കാഞ്ചീപുരത്തിൽ വരുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതിന്റെ തന്നെ റിപ്ലിക്കാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സെമി ബനാറസിയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. ബ്രൊക്കേഡ് വീവ് പല്ലു ആൻഡ് സെയിം അതേ പാറ്റേണിൽ തന്നെ ബ്രൊക്കേഡിൽ തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ സ്റ്റൈലിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് നല്ല സഫിഷ്യന്റ് ആയിട്ട് 1 മീറ്ററിലുള്ള ബ്ലൗസസ് ആയിരിക്കും വരുന്നത്. ഇതായിരിക്കും ലുക്ക് വരിക. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബോഡി കളർ സെയിം തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആ ഒരു ബ്രൊക്കേഡ് വീവിൽ തന്നെ ഡബിൾ സൈഡിലും ബ്രൗണിലായിരിക്കും ആ ഒരു ആന്റിക് ബനാറസി ആ ഒരു സ്റ്റൈലുള്ള ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിലാണ് സാരി. ആ ഒരു ബ്രൗൺ ടോണിൽ തന്നെ ബ്രൊക്കേഡ് പല്ലു, സെയിം അതേ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്. 3 കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. 3 നല്ല എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു കളർ പാലറ്റിലാണ് സാരി വന്നത്. ഫസ്റ്റ് സാരി വന്നത് നല്ലൊരു ചിക്കു വിത്ത് ഡീപ്പസ്റ്റ് മെറൂൺ ആയിരുന്നു. സെക്കൻഡ് വൺ വന്നത് നല്ലൊരു ബ്രൗൺ ആയിരുന്നു. തേർഡ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഗ്രേപ്പ് വൈൻ പേർപ്പിൾ ആണ് സാരിയുടെ ആ ഒരു കോമ്പിനേഷൻ. സെയിം സ്റ്റൈൽ അതേ ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെ വെർട്ടിക്കൽ ലൈൻ പാറ്റേണിലാണ് സാരിയുടെ ബോഡി വരിക. കംപ്ലീറ്റ് ഈ ഒരു ലുക്കിൽ വന്നിട്ട് ആ ഒരു പേർപ്പിൾ ടോണിലാണ് ബനാറസി ബോർഡേഴ്സ് വരുന്നത് സാരിക്ക്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ മെറ്റീരിയൽ. ക്ലോസറിൽ കാണിക്കാം. ഇതേ സ്റ്റൈലിൽ തന്നെ എല്ലാ സാരീസും വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ബോഡിയിൽ ആ ഒരു ലൈൻസ് വന്നിട്ട് നല്ലൊരു ബ്രൊക്കേഡ് വ്യൂവിൽ ഒരു ടെമ്പിൾ വുവൻ സ്റ്റൈലിലാണ് സാരിയുടെ ബോർഡർ വരിക. മുന്താണി അതേ ആ ഒരു പാറ്റേണിൽ തന്നെ ബ്രൊക്കേഡിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. മുന്താണിയും ബ്ലൗസും എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നത്. ഇതായിരിക്കും സാരിയുടെ പാറ്റേൺ വരിക. ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗൻ പാർട്ടി വെയർ സാരിയാണ്. കാരണം ബ്രൊക്കേഡ് മുന്താണിയും ബ്രൊക്കേഡ് പല്ലും എല്ലാം വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. വെഡിങ് പോലുള്ള ഫംഗ്ഷൻ എല്ലാം ഡ്രേപ്പ് ചെയ്യാം. നല്ല ഒരു കാഞ്ചീപുരത്തിന്റെ അതേ ലുക്കിൽ വരുന്ന സോഫ്റ്റ് സെമി ബനാറസിയാണ് ഫാബ്രിക് വരിക വിത്ത് ബ്രൊക്കേഡ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേൺ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ടിഷ്യൂ കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. കോട്ട ഫാബ്രിക്കിൽ ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഓണം മെറ്റാറായിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരി ആട്ടോ. എംബ്രോയിഡറി വർക്കാണ് ബോഡിയിൽ വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം സാരി. നല്ല പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത് സാരിയിൽ. ഒരു ഡ്യുവൽ ടോണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അത് കൂടാതെ ഒരു സിൽവർ മാറ്റ് സിൽവറിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ. നമ്മൾ ഉടുക്കുമ്പം ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. പ്ലീറ്റ്സിന്റെ ഏരിയ വരുമ്പോൾ ഹാഫ് പോർഷനിൽ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷനും മുന്താനി എല്ലാം ഫുൾ വർക്കിൽ തന്നെ വരുന്നത്. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ബേജ് ആൻഡ് കോഫി ബ്രൗൺ ആ ഒരു ടോണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട്. അതിന് മിഡിൽ പോർഷൻ വരുമ്പോൾ നല്ലൊരു ചില്ലി റെഡിലുള്ള ബുട്ടി വർക്കും ഓഫ് വൈറ്റ് ബുട്ടി വർക്കും വരുന്നുണ്ട് സാരിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചില്ലി റെഡ് ബ്ലൗസ് എല്ലാം ഇതിനോട് ഡ്രേപ്പ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്. സിൽവർ ബ്ലൗസ് നല്ലതാണ്. കാരണം നല്ലൊരു മാറ്റ് സിൽവറിലാണ് സിമ്പിൾ ആയിട്ട് സിൽവർ ബ്ലൗസ് വന്നിട്ട് റെഡിലുള്ള ഒരു പൈപ്പിംഗ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. ഇതാണ് ആ ഒരു ഫുൾ ബോഡി വരുന്നത്. മുന്താണി വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഓണത്തിനെല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. നല്ല പാറ്റേണിലാണ് പല്ലു വരുന്നത്. ബോർഡർ വരുന്നത് സിൽവറിൽ വന്നിട്ട് ബോഡിയിൽ ആ ലൈൻസ് വരുന്നത് ഗോൾഡൻ സെറിയിലാണ് ലൈൻ പാറ്റേൺസ് വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ഗോൾഡൻ ആൻഡ് സിൽവറിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരും. ഫാബ്രിക് സെയിം തന്നെയാണ്. അതിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് മാറിയിട്ടുണ്ട്. ഡിഫറെന്റ് കളർ പാറ്റേണിലും ഡിഫറെന്റ് ഡിസൈനിലുമാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ബോർഡർ സെയിം തന്നെ അതേ ആ ഒരു മാറ്റ് സിൽവറിൽ തന്നെയുള്ള ബോർഡർ വന്നിട്ട് ഇതിൽ മസ്റ്റേർഡ് യെല്ലോയിലും ഡീപ്പസ്റ്റ് ബ്രൗണിലും ആണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ചില്ലി റെഡ് ആൻഡ് ഗ്രീനിലാണ് ആ ഒരു ബുട്ടി വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. റെഡ് ബ്ലൗസ് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു ഗ്രീനും നല്ലതായിരിക്കും. ഒരു പാരറ്റ് ഗ്രീൻ ആൻഡ് ചില്ലി റെഡിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ബുട്ടി വർക്കും. മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഡീപ്പസ്റ്റ് ബ്രൗണിലാണ് വർക്ക് വരുന്നത്. മാറ്റ് സിൽവർ ബോർഡർ ഗോൾഡൻ സെറിയിൽ തന്നെയുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഫുൾ സാരി ഇതേ പാറ്റേണിൽ തന്നെ വരുന്നത്. നല്ല ഫാബ്രിക്കാണ്. സോഫ്റ്റ് ടിഷ്യൂ വിത്ത് ആ ഒരു കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെ വലിയ സ്റ്റിഫ്നെസ് ഒന്നുമില്ല. നല്ല ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക്കാണ്. സെറി വുവൻ സ്റ്റൈലുള്ള ഗോൾഡൻ സ്ട്രൈപ്പ് ഡിസൈൻസ് മുന്താണി. സെയിം അതേ പാറ്റേണിൽ തന്നെ തിൻ ലൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്.
ബോഡി കളർ സെയിം തന്നെ, ബോർഡർ സെയിം മാറ്റ് സിൽവർ, എംബ്രോയിഡറി വർക്ക് മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് നല്ലൊരു കോമ്പിനേഷനിലാണ്. ഡീപ്പസ്റ്റ് ബ്രൗൺ, ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനുള്ള ബ്രൗണിലാണ് സാരിയിൽ ഒരു വർക്ക് വരിക. ഈ ഒരു പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക്. എല്ലാ ഡിസൈൻസും നല്ല നല്ല ഡിസൈനാട്ടോ. ഇതിലൊന്നും അങ്ങനെ മോശമെന്ന് നമുക്ക് പറയാനില്ല. എല്ലാം ഒരേപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന പാറ്റേണിലാണ് ഒരു വർക്ക് വരുന്നത്. കോൺട്രാസ്റ്റ് ബ്ലൗസ് നമുക്ക് ഡ്രീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സിൽവർ ബ്ലൗസ് നല്ലൊരു ഓപ്ഷനാണ്. മുന്താണി സ്ട്രൈപ്പ് ഡിസൈൻസ് ബ്ലൗസ്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ഓണം സാരീസ് ആട്ടോ ഇത്. ഇതിന്റെയും ഡിസൈൻ മാറിയിട്ടുണ്ട്. ബ്രൗണിന്റെ തന്നെ ഡിഫറെന്റ് ടോണിലാണ് അടുത്ത സാരി വരുന്നത്. ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്രൗണിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്കും, അതിൽ റെഡ് ആൻഡ് വൈറ്റിലാണ് ബുട്ടി വർക്ക് വരിക സാരിയിൽ. ഇതായിരിക്കും പാറ്റേൺ വരിക. ആ ഒരു മാറ്റ് സിൽവറിൽ തന്നെയാണ് സാരിയുടെ ബോർഡർ. മുന്താണി സെയിം സ്റ്റൈൽ ആൻഡ് ബ്ലൗസ് അതേ പാറ്റേണിൽ തന്നെ ആ ഒരു ലൈൻസിലാണ് ബ്ലൗസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഓണം സാരീസ് ആയിരുന്നു. ഓണം കഴിഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരി ആട്ടോ. ഇത് ലാസ്റ്റ് സാരിയാണ്. ഇത് വരുന്ന നല്ലൊരു ഡയമണ്ട് പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് റെഡ് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ആ ഒരു ബുട്ടി വർക്ക് വരുന്നത് സാരിക്ക്, വിത്ത് മാറ്റ് സിൽവർ ബോർഡർ. ഇതാണ് പാറ്റേൺ. എംബ്രോയിഡറി വർക്ക് വരുന്ന ഈ ഒരു സ്റ്റൈലായിരിക്കും. ഞാൻ ആ ഇന്നപ്പാട്ട് കാണിക്കാം. ഇതായിരിക്കും ആ റിവേഴ്സ് സൈഡ് വരുന്നത്. മുന്താണി സെയിം പാറ്റേൺ തന്നെയാണ്, അതേ ലൈൻസിൽ ഗോൾഡൻ ജെറി വൺ ലൈൻ പാറ്റേണിലുള്ള ടിഷ്യൂ വീവിലാണ് സാരിയുടെ പല്ലു. ആ ഒരു സിൽവർ വിത്ത് മാറ്റിൽ ആ ഒരു തിൻ ലൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിയുടെ.